അതുവരെ ഗവർണർ നിശബ്ദനായിരുന്നു കൊണ്ട് ഈ പറയുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കി അയക്കുമായിരുന്നെങ്കിൽ പിന്നീട് ഗവർണറെ നമ്മൾ കാണുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ്. സർക്കാരിയ കമ്മീഷൻ എന്താണോ പറഞ്ഞത് അതിന് നേരെ ഘടകവിരുദ്ധമായി ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പാർട്ടിയുടെ പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിൻ്റെ വേക്കൻസികൾ കൊടുക്കുകയും പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വൃദ്ധസദനങ്ങളായി ഈ പറയുന്ന സ്ഥലങ്ങൾ മാറുകയും ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അതാത് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് അനുകൂലമായി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പണിയായി മാറുന്നത്. നമ്മൾ നരേന്ദ്രമോദി സർക്കാരിന് ശേഷം വരുന്ന എല്ലാ ഗവർണർമാരുടെയും ഈ പദവികളും അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ ഈ ചിത്രം നമുക്ക് കാണാം. നിങ്ങൾ പഞ്ചാബിൽ നോക്കൂ, പഞ്ചാബിലെ സുപ്രീം കോടതി വിധി നമ്മൾ കണ്ടതല്ലേ. തെലങ്കാനയിൽ തമിഴിസൈ സുന്ദർരാജൻ്റെ പ്രവർത്തനങ്ങളെ സുപ്രീം കോടതി വിമർശിച്ചത് എങ്ങനെയാണ്? ജഗദീപ് ധൻഖറിനെ വെസ്റ്റ് ബംഗാളിൽ വിമർശിച്ചത് എങ്ങനെയാണ്? ആനന്ദ് ബോസ് വെസ്റ്റ് ബംഗാളിലെ സർക്കാരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണ്? RN രവി തമിഴ്നാട്ടിലെ സർക്കാരുമായി ഇടപെടുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ മൊത്തത്തിൽ പ്രതിപക്ഷങ്ങൾ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ടൂളായി ഗവർണർ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായി എന്താണോ സർക്കാരിയ കമ്മീഷൻ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതുതന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്.